നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ ഷംസു യാക്കൂബ്. ഈ അടുത്തായിട്ടൊരു വിവാഹം നടന്നു. കൊച്ചിയിലുള്ള ഒരു പെൺകുട്ടിയാണ് വടക്കോട്ട് കല്യാണം കഴിച്ചു വിട്ടത്. അവർ ഈ സലഫി വിഭാഗത്തിലുള്ളത് കൊണ്ടിട്ട് അവർക്ക് അനാചാരങ്ങളൊന്നും പ്രത്യേകിച്ച് അറിയില്ല. അവരതിനോടൊന്നും ഇൻട്രസ്റ്റ് ചെയ്തിട്ടുമില്ല. ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടുമില്ല. അറിയൂല. അങ്ങനെ ഇരിക്കുകയാണ് ആ കുട്ടിയെ വടക്കോട്ട് കെട്ടിച്ചു വിട്ടത്. ആ കുടുംബമാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല ഉയർന്ന നിലവാരമുള്ളവരാണ്. എല്ലാവരും നല്ല ഉദ്യോഗം ചെയ്യുന്നവരൊക്കെ തന്നെ. പക്ഷേ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി അവിടെ ചെന്നതിന് ശേഷം കുട്ടി പഠിച്ചു, അതിനൊരു ജോലിയായി. ആ ജോലി കിട്ടുമോ എന്നുള്ളൊരു ചെറിയൊരു സംശയത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ വീട്ടുകാർ പറയണത് 6666 രൂപ കൊണ്ടുപോയി ഒരു മൊയ്ലിയാരിന് കൊടുത്താൽ അദ്ദേഹം ഊതി മന്ത്രിച്ച് തരും, നിനക്ക് ജോലി കിട്ടും. ഈ 2024 ഈ കാലഘട്ടവുമായിട്ട് പോലും നമ്മളെ മൊയ്ലിയാക്കന്മാരൊന്നും നന്നായില്ല എന്ന് പറയുമ്പോഴേ വലിയ അത്ഭുതകരമാണ്. ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് വൃത്തികേടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടേതൊക്കെ സഹിക്കുന്നതിനും അപ്പുറമായി. ഇപ്പോൾ ഈ ഭാവി തലമുറയെ പോലും ഇവർ നശിപ്പിക്കുകയാണ്. ഈ പ്രസംഗവും ഈ ഊത്തും ഒക്കെയായി ഈ പണച്ചൂഷണം നടത്തുന്ന ആളുകൾ, അതിൽ മതപണ്ഡിതന്മാർ വലിയൊരു ശതമാനമുണ്ട്, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇങ്ങനെ മാത്രം ജീവിക്കുന്ന കുറേ പിശാചുക്കളുണ്ട്. എനിക്ക് പറയാനുള്ളതാണ്, ഈ തലമുറ നമ്മൾ ദൈവത്തെ വിളിച്ചാൽ സാധിക്കാത്ത കാര്യം. നമ്മളിവിടെ ജനിച്ചു, ഓർമ്മ വെക്കുമ്പോൾ നമുക്ക് വാപ്പ ഉമ്മാനെ മനസ്സിലാവുന്നു, അവർ നമുക്ക് പറഞ്ഞു തരുന്നു. ആ പ്രാർത്ഥന അനുസരിച്ച് ജീവിക്കുക, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക, മരിക്കുക. അതിനകത്ത് എന്തെല്ലാമാണ് ഖുർആനികപരമായി പറഞ്ഞത് അത് പാലിച്ചുകൊണ്ട് മരണപ്പെടുക എന്നതിനപ്പുറം ഒന്നും തന്നെയില്ല. ഈ ഔലിയാക്കന്മാർക്കും ഇവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് കാര്യസാധ്യതയാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നേരിട്ട് വിളിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമില്ല. അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ വളഞ്ഞ വഴി പോകുന്നത്. ഞാൻ ഓർക്കുന്നു, ഒമാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു പണ്ടൊരു 10-40 വർഷം മുമ്പുള്ള പടമാണ് എൻ്റെ ഓർമ്മ. അതിലൊരു കൊച്ചിൻ്റെ തലേൻ്റെ പുറകിൽ എഴുതിയിട്ടായിരുന്നു 6666 എന്ന് പറഞ്ഞിട്ട്. അന്ന് എനിക്കത് മനസ്സിലായില്ല. ഇപ്പോഴീ വിവരദോഷികൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതും അന്ന് മുതലേ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഈ ആയത്തുകളെയും ഖുർആനെയൊക്കെ ഇത്രയധികം മോശമാക്കുന്ന ഒരു സമൂഹം ഇതുപോലെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭാവി തലമുറ, ഇത് കേൾക്കുന്ന ഭാവി തലമുറ ചിന്തിക്കണം. ഏകനായ ദൈവമല്ലാതെ വേറെ ഒന്നും തന്നെ നിങ്ങളെ രക്ഷിക്കാനില്ല. ബാക്കിയെല്ലാം കപടത മാത്രമാണ് ഈ ദുനിയാവിൽ. നിർത്തട്ടെ.